പി ജയരാജന്റെ ആത്മകഥാ വിവാദം എന്തായാലും പൊളിയാണെന്നുള്ളൊക്കെ ഒരു കിംവദന്തി കേൾക്കുന്നുണ്ട്. ഇ.പിയുടെ വാദം അല്ലേ? ഇ.പിയുടെ വാദം, അതായത് ഇത് ഗൂഢാലോചനയാണ് എന്നൊക്കെ ഉള്ളത്. അതായത് കട്ടൻ ചായയും പരിപ്പ് ഉടയും എന്നും പറഞ്ഞ് ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്നും പറഞ്ഞ് ഇ.പി ജയരാജൻ എന്നും പറഞ്ഞൊരു ബുക്ക്, ഒരു ആത്മകഥ DC ബുക്സ് പബ്ലിഷ് ചെയ്തിരുന്നു. അതിലെ ചില ഭാഗങ്ങളാണ് ഇപ്പോൾ ഭയങ്കര വിവാദമായിട്ടിരിക്കുന്നത്. അപ്പൊ അതിൽ ഇപ്പം ജയരാജൻ സഖാവ് പറഞ്ഞിരിക്കുന്നത് അതൊക്കെ എന്താണ്, ഗൂഢാലോചനയാണ്, അങ്ങനെ ഞാനിത് എൻ്റെ ആത്മകഥ പബ്ലിഷ് ചെയ്യാൻ ഇരിക്കുന്നേ ഉള്ളൂ, ഇത് ആര് പബ്ലിഷ് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് എന്താ, മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആണല്ലോ. ഇത് എന്താണ്, ഇത് ഇദ്ദേഹം അറിയാതെ ഇങ്ങനെ ഒരു ബുക്കൊക്കെ ഉണ്ടാവും? അതായത് വിജയ്, ഇതിനകത്തൊരു വിഷയം എന്നറിയാമോ? ഇ.പി എപ്പോഴും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അദ്ദേഹത്തിന് ഒരു ഈ പറയുന്ന പോലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഇ.പി ആഗ്രഹിച്ചിരുന്ന ആളാണ്. ഇ.പിക്ക് അതിനുള്ള അർഹതയൊക്കെ ഉണ്ട്. കണ്ണൂരുള്ള പാർട്ടിയുടെ ഒരു തലപ്പൊക്കമുള്ള നേതാവ് തന്നെയാണ് ഇ.പി. അപ്പോൾ ഇ.പി ജയരാജൻ എന്ന നേതാവ് അത്തരത്തിൽ ആഗ്രഹിക്കുമ്പോൾ പിണറായി വിജയൻ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ആഗ്രഹം നടക്കാതെ പോയതിൻ്റെ ഒരു മനോവിഷമം അദ്ദേഹത്തിന് ഉടനീളമുണ്ട്. പാർട്ടിയിൽ അദ്ദേഹത്തിന് ഒട്ടും തന്നെ ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ് എം വി ഗോവിന്ദൻ. എം വി ഗോവിന്ദനെ കുറിച്ച് പാർട്ടിക്കകത്തും പുറത്തും കേട്ടുള്ളത് പാർട്ടി ക്ലാസ്സുകൾ എടുക്കുന്ന വ്യക്തിയാണ്. പാർട്ടിയുടെ ക്ലാസ്സുകൾ വിജയ് കുറച്ചെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും. പാർട്ടി ക്ലാസ് എന്ന് പറയുന്നത് സൈദ്ധാന്തികം, ബൗദ്ധികം, അല്ലാതെയുള്ള കാര്യങ്ങൾ, ചരിത്രം, പാർട്ടിയോട് കൂറുണ്ടാകാനായി പാർട്ടി അണികളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിലും എടുക്കാനായിരുന്നു. ആ അച്ചടി ഭാഷ അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തനത്തിലുണ്ട്. ഒരു ഡ്രിൽ മാസ്റ്റർ ആണുള്ളത്. അപ്പോൾ ഈ പറയുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മരണക്കിടക്കയിൽ അദ്ദേഹം പിണറായിയോട് പറഞ്ഞതാണ്, എൻ്റെ ആഗ്രഹമാണ് എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആകുന്നത്. അപ്പോൾ ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആകുന്നതോടുകൂടി എം വി ജയരാജൻ എന്താകുന്നു? തനിക്ക് കിട്ടാതിരുന്ന തൻ്റെ പാർട്ടി സെക്രട്ടറി സ്ഥാനം പോയതിൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ പിണങ്ങി മാറി നിൽക്കുന്നു. ഇ.പി ജയരാജൻ ഒരു കൊച്ചുകുട്ടിയുടെ സ്വഭാവമാണ്. ജയരാജൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. അദ്ദേഹം ഒരു കെ സുധാകരനും ഇ.പി ജയരാജനും ശത്രുക്കളെക്കാൾ അപ്പുറമാണ്. ഈ കെ സുധാകരനും പിണറായി വിജയനും തമ്മിൽ നമുക്കൊരു കുട്ടിപ്രായത്തിൽ ഒരു ഉദാഹരണം പറയുക. ഒരു കുട്ടിപ്രായത്തിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്കിട്ട് ചെറുതായിട്ടൊക്കെ പണി ചെയ്ത് നമ്മളെ കൂട്ടുകാരുണ്ടാവും. അതൊരു പ്രായം കഴിയുമ്പോൾ, നമ്മളുടെ ഒരു പക്വതയും പ്രായവും കഴിയുമ്പോൾ നമ്മളതൊക്കെ മറക്കും. അതൊരു തമാശയായിട്ട് എടുത്തുകൊണ്ട് അവനെ കാണുമ്പോൾ നമ്മൾ ഹഗ് ചെയ്യും, അവനെ നമ്മൾ അളിയ അങ്ങനെയൊക്കെ പറ്റിയില്ല അളിയെന്നൊക്കെ ചോദിക്കും. ഇതങ്ങനെയല്ല. കണ്ണൂരുള്ള ഈ സുധാകരനും ഇ.പി ജയരാജനും പിണറായി വിജയനും ഇന്നും ഒരു വേദിയിൽ അടുത്തടുത്തിരുന്നതിൽ മുഖത്തോടും നോക്കില്ല. ഇ.പി ഇങ്ങനെ ഇരിക്കും, കെ സുധാകരൻ ഇങ്ങനെ ഇരിക്കും. ഇ.പി ഇതേപോലെ വടി പോലെ പിണറായി വിജയൻ ഇരിക്കും, അതുപോലെ കെ സുധാകരനും അപ്പുറത്ത് വടി പോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഒരു വിരോധം ഇവർക്കൊക്കെ മനസ്സിലുണ്ട്. അപ്പോൾ കണ്ണൂരിന്റെ സ്വഭാവം, ഇവരുടെ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ അല്പം പറഞ്ഞതാണ്. അപ്പോൾ ഇ.പിയെ സംബന്ധിച്ച് താൻ തഴയപ്പെട്ടു എന്നൊരു തോന്നൽ ഇ.പിക്ക് ഉണ്ടായപ്പോൾ ഇ.പി എന്ത് ചെയ്യുന്നറിയോ? ഇ.പിയുടെ കൂടെ നിൽക്കുന്നവർ തന്നെയാണ് ഈ പണിയൊക്കെ കൊടുക്കുന്നത്. ഇ.പി ഇത് അറിയുന്ന പോലുമില്ല. ഈ കട്ടൻ ചായയും പരിപ്പുവടയും എന്ന് പറയുന്ന ഈ പുസ്തകം ഇദ്ദേഹം എഴുതാൻ ഏൽപ്പിച്ചത് ഈ ദേശാഭിമാനിയിലെ, ഇത് അദ്ദേഹം പറയും, എഴുതാൻ ഒരാളുണ്ടാകും, അല്ലാതെ അദ്ദേഹത്തിന് കുത്തിയിരുന്ന് എഴുതാനൊന്നും പറ്റില്ല. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ഈ ആത്മകഥ ഒന്നുകൂടെ പറയാം, ഈ ആത്മകഥ ഒരിക്കലും പുറത്തിറങ്ങില്ല. ഈ ആത്മകഥ, ഈ വിവാദം ഉണ്ടാക്കിയതും പാർട്ടിയാണ്. അദ്ദേഹം അറിയാതെ ഇത് എഴുതാൻ ഏൽപ്പിച്ചവരെ, അത് ഞാനിപ്പോൾ പറയുന്നില്ല, അത് മാധ്യമ മേഖലയിലെ ഒരു സീനിയർ ആയിട്ടുള്ള റിപ്പോർട്ടർ എടുത്താണ്. ആ റിപ്പോർട്ടറെ ഇവർ ചോദ്യം ചെയ്തിരുന്നു. ഇത് എറണാകുളത്ത് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനാണ് ഈ കേസ് അന്വേഷിച്ചത്. കേസ് അന്വേഷിച്ചപ്പോൾ ഈ പറയുന്ന വാദം, പാർട്ടിയുടെ വാദം, ഇ.പിയുടെ വാദം ഒക്കെ പൊളിയാണ്. കാര്യം ഇവർ പറഞ്ഞു അവരറിഞ്ഞില്ല, ഇവർ എഴുതിയതല്ല എന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ആ അന്വേഷണം ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒന്നും അറിയാത്ത പോലെ, ഇത് കട്ടൻ ചായയും പരിപ്പോടയിലും താൻ എഴുതിയ ഭാഗമല്ല എന്ന് DC ബുക്സ് എന്ന് പറഞ്ഞാൽ വിജയന് അറിയാം. ഒരു എഴുത്തുകാരായിട്ടുള്ള ഏത് ചെറിയ എഴുത്തുകാരും വലിയ എഴുത്തുകാരും തങ്ങളുടെ ഒരു പുസ്തകം DC വഴി ഇറങ്ങണമെന്ന് ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ ഒരു എഴുത്തുകാരൻ നല്ലവരെ അവർ കൊണ്ടുപോകും. അവർ ഇത്രയും മാർക്കറ്റിംഗ് നോക്കുന്ന ആൾക്കാരില്ല. അപ്പോൾ ഇതിനകത്ത് രണ്ട് പബ്ലിഷിംഗ് കമ്പനികൾ തമ്മിലുള്ള ഒരു തർക്കവും കൂടെ ഉണ്ടെന്ന് സംശയമുണ്ട്. മാതൃഭൂമി ബുക്സും DC-യും തമ്മിലുള്ള തർക്കമാണോ എന്നും സംശയമുണ്ട്. കാര്യം മാതൃഭൂമി ബുക്സിന് ഈ DC-യിൽ നിന്ന് ഇത് പോകണം, തങ്ങൾക്ക് കിട്ടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നോ എന്ന് നമുക്കൊരു സംശയം ഉണ്ടാകും. ഇത് സംശയമാണ്. കാര്യം ഇപ്പോൾ അദ്ദേഹം DC-യിൽ നിന്ന് മാറ്റി മാതൃഭൂമിക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് സ്വാഭാവികമായി ഉണ്ടായിപ്പോകുന്ന ഒരു സംശയമാണ്. അപ്പൊ ഇത്തരത്തിൽ ഈ ബുക്ക് ഈ പറയുന്ന ബുക്കിലെ ഒരു പേജ്, പുസ്തകത്തിന്റെ ഭാഗം പുറത്തു വന്നു. അതായത് ചേട്ടൻ പറയുന്ന ഇതൊരു മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് ഇറക്കിയത് അങ്ങനെയാണോ? അത് അല്ല, ഇത് ഒരു കോൺട്രവേഴ്സി, ഇതൊരു മാർക്കറ്റിംഗ് എന്ന് നമുക്ക് പറയാം. ഒന്ന് മാർക്കറ്റിംഗ് എന്ന് പറയാം, രണ്ടൊരു വിവാദം. കാര്യം ഇത് പാലക്കാട് ബൈ ഇലക്ഷൻ നടക്കുന്ന ഒരു സമയത്താണ് ഈ പുസ്തകം വരുന്നത്. ഈ ഇലക്ഷന്റെ അന്ന് തന്നെയാണ് ഈ പുസ്തകത്തിന്റെ ഒരു പേജ് ഇറങ്ങുന്നത്. അത് കരുതിക്കുട്ടി ഇ.പിക്ക് കൊടുത്ത ഒരു പണി. കാര്യം ഇ.പി കഴിഞ്ഞ കുറെ നാളുകളായി പാർട്ടിയുടെ കണ്ണൂർ ഘടകത്തിന്റെ വേട്ടയാടൽ നേരിടുന്നുണ്ടായിരുന്നു.
അത് EP അറിയില്ല. ഞാൻ പറഞ്ഞില്ല, EP ഒരു കൊച്ചുകുട്ടികളുടെ സ്വഭാവമാണ്. EP അറിയാതെ ഒരുപാട് പിന്നെ ഈ അദ്ദേഹത്തിന്റെ നാവ് പിഴയും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാൻ എടുത്തിവിടെ പറയുന്നില്ല. അപ്പൊ ഇത്തരത്തിൽ EP പറഞ്ഞ പരാതി തന്നെ ചതിച്ചതാണ്, താൻ എഴുതിയതല്ല, താൻ DC കൊടുത്തതല്ല എന്നൊക്കെ പറഞ്ഞതെല്ലാം ഇവിടെ പൊളിയുകയാണ്. അപ്പോ പിന്നെ ഇത്തരത്തിൽ ഈ കൊച്ചുകുട്ടിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇപ്പം ഈ നമ്മളിപ്പോ സിനിമയിലൊക്കെ ഇപ്പൊ കേൾക്കുന്ന ഒരു വാക്കുണ്ട്, നെപ്പോട്ടിസം എന്നുള്ളൊരു വാക്ക്. ചേട്ടൻ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഈ താരങ്ങൾ അവരുടെ മക്കളെ സിനിമയിലോട്ട് ഇറക്കുന്ന ഒരു കാര്യം. ഇപ്പൊ ഈ നെപ്പോട്ടിസം എന്നുള്ള വാക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇദ്ദേഹം ബന്ധു നിയമനം നടത്തി ഇദ്ദേഹം പുറത്തുപോയി മന്ത്രിയായിരുന്നു, വ്യവസായ മന്ത്രിയായിരുന്നു. അപ്പൊ ഈ കുട്ടിക്ക് അങ്ങനെ ഒരു സൈഡും കൂടെ ഉണ്ടെന്ന് ഞാൻ അന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. അല്ലെ, ഒരു കുട്ടികളുടെ സ്വഭാവം എന്ന് പറഞ്ഞ് ശരിയാണ്, അതെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് വിവാദമുണ്ട് ഈ ദേശാഭിമാനി. അദ്ദേഹത്തിന് അന്ന് രാജിവെക്കേണ്ടി വന്നു. അതെ. അപ്പോൾ രണ്ടാമനായിരുന്നു മന്ത്രിസഭയിൽ. അപ്പോൾ ഇത്തരത്തില് അതിന് കറണ്ട് ബുക്സിലെ ശ്രീകുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ ഈ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. അപ്പൊ സത്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും, സത്യം പറഞ്ഞിട്ടുണ്ടായി. ആ സത്യം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം പൊളിയുന്നത്. കാര്യം ഇതിന്റെ പേരിൽ ഒരു കേസ് കൊടുക്കാൻ പോലും CPM-ഓ EP ജയരാജനോ തയ്യാറായില്ല. കാര്യം ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളല്ലേ ഒരു പത്രപ്രവർത്തകന് എഴുതത്തുള്ളൂ. എഴുതാനിരിക്കുന്നവർ പറയാത്ത കാര്യങ്ങൾ എഴുതാൻ ഇവർക്കെന്താ വേറെ വട്ടമല്ല ഉണ്ടോ? ചുമ്മാ പറയാത്ത കാര്യങ്ങൾ ഭാവനയെന്ന് എഴുതും. EP ജയരാജൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് പാർട്ടിയെ കുരുക്കത്തക്ക രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ടാകാം. അതിനൊരു പണി മുൻകൂട്ടി കൊടുക്കാനായി പാർട്ടി തന്നെ ഉണ്ടാക്കിയ ഒരു കുരുക്കാണിത്. അത് ആർക്കറിഞ്ഞൂടാത്ത? അതുകൊണ്ടല്ലേ ഇതിന്റെ അന്വേഷണം വന്നപ്പോഴത്തേക്ക് അന്വേഷിക്കാൻ പോലും ഒരു താല്പര്യമില്ലായിരുന്നു. EP പറഞ്ഞു, ഞാനിത് എഴുതിയിട്ടില്ല, എനിക്കറിയില്ല, ഇതിന്റെ പേരതല്ല. EP-ക്ക് ഒരു കുഴപ്പമുണ്ട്. EP ചില കാര്യങ്ങളൊക്കെ മാധ്യമപ്രവർത്തകരോട് പറയുമ്പോൾ ചില വ്യക്തികൾ കള്ളം പറയുമ്പോൾ നമുക്ക് പിടികിട്ടില്ല. ചില വ്യക്തികൾ കള്ളം പറഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്ക് പിടിക്കാൻ പറ്റും. EP പറയുന്നത് പച്ച കള്ളമാണെന്ന് ആര് കണ്ടാലും പിടിക്കാൻ പറ്റും. ആ മുഖത്ത് അത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തില് ഈ പുസ്തകം അദ്ദേഹം DC ബുക്സിന് ഏൽപ്പിച്ചിരുന്നു, കട്ടൻ ചായയും പരിപ്പ് വടയും എന്ന പുസ്തകം. ആ പുസ്തകത്തില് ഈ പറയുന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാർട്ടി തന്നെ കേൾക്കാൻ തയ്യാറായിട്ടില്ല, രണ്ടാം പിണറായി സർക്കാർ വളരെ മോശമാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ ആത്മകഥയിൽ പറയുന്ന പ്രകാരമുള്ള ഈ റിപ്പോർട്ടിൽ സരിൻ എന്ന പാലക്കാട് സ്ഥാനാർത്ഥിയായിരുന്നു, സരിൻ അതിനെയും അദ്ദേഹം വിമർശിച്ചിരുന്നു. അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് CPM-ന് കടുത്ത തലവേദനയാണ് ഉണ്ടാക്കിയത്, ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്. അങ്ങനെ പുസ്തകം വിവാദമാകുന്നു. തുടർന്ന് ആത്മകഥ അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഈ പേജ് ഞാൻ അതെല്ലാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, എഴുതാത്ത കാര്യങ്ങളാണ് വരുന്നത്, കട്ടൻ ചായയും പരിപ്പോളയും അല്ല എൻ്റെ പുസ്തകത്തിന്റെ പേരെന്ന് പറയുന്നു. അപ്പം നമുക്ക് പറയാനുള്ളത്, നമ്മൾ ഇതിൽ പറയുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല. ഇതിൽ EP ഒരു വേള നമ്മൾ തുടക്കത്തിൽ സംസാരിച്ച പോലെ ഗോവിന്ദൻ മാഷിനെ പാർട്ടി സെക്രട്ടറി ആക്കിയപ്പോൾ അദ്ദേഹത്തിന് ഇത് സഹിക്കാൻ പറ്റിയില്ല. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ രോഷം ഈ പുസ്തകത്തിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മകഥയിലൂടെ എഴുതണമെന്ന് അദ്ദേഹം വിചാരിച്ചു. 2, അദ്ദേഹം BJP-യിലേക്ക് പോകാനായി തീരുമാനിച്ചിരുന്നു എന്നും കഥയുണ്ട്. അദ്ദേഹം BJP-യിലേക്ക് പോകണമെന്ന് അദ്ദേഹം തീരുമാനിച്ചിരുന്നു. അദ്ദേഹത്തിനെ കാണാൻ BJP-യുടെ ഉയർന്ന നേതാക്കൾ, സംസ്ഥാനമല്ല കേന്ദ്രത്തിലെ BJP നേതാക്കൾ വന്നിരുന്നു. അദ്ദേഹത്തിന് ദല്ലാൽ നന്ദകുമാറാണ് ഇവരെല്ലാം കൊണ്ട് പരിചയപ്പെടുത്തിയത്. അതെല്ലാം ഒരു വാർത്തയായി. അപ്പം ഏറ്റവും വലിയ ചില കള്ളത്തരങ്ങൾ CPM-ന് പൊളിയുകയാണ്. ഈസ്റ്റ് പോലീസ് സ്റ്റേഷനാണ്, എറണാകുളം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അപ്പോൾ പാർട്ടിക്ക് തുടക്കത്തിൽ EP-ക്കും ഇത് കേസ് അന്വേഷിക്കാൻ വലിയ താല്പര്യമില്ല. കാര്യം പോലീസ് അന്വേഷിച്ചു പോയ കള്ളത്തരം വെളിയിട്ടു. അപ്പോൾ റിപ്പോർട്ടിൽ ഇപ്പോൾ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഈ ശ്രീകുമാർ എന്ന് പറയുന്ന DC-യുടെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് അവരുടെ മുൻ എഡിറ്ററായിരുന്നു ഈ ശ്രീകുമാർ, AV ശ്രീകുമാർ. ഈ ശ്രീകുമാറിനെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹമുള്ള സത്യം പറഞ്ഞു. ഈ പുസ്തകത്തിന്റെ പേജുകൾ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. ഈ പേജുകളിൽ ഇന്നാര് പറഞ്ഞു, ഈ മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കൈയെഴുത്ത് പ്രതിക്ക് മാത്രമല്ല DTP എടുക്കും. അപ്പൊ അത് ഇവരുടെ കൈവശം ഉണ്ടെങ്കിൽ ഇത് വളരെ നിസ്സാരമായിട്ട് തെളിയിക്കാവുന്നതേ ഉള്ളൂ. ഇത് ശ്രീകുമാർ ചോർത്തിയതല്ല, ലഭിച്ചതാണ്. അതെ, ലഭിച്ചതാ. അപ്പൊ ഇതൊരു വാർത്തയാക്കാനായി കരുതിക്കൂട്ടി പാർട്ടി തന്നെ EP-യെ പെടുത്തിയതാണ്. EP ഈ വാർത്ത കൊടുക്കുമ്പോൾ, അതായത് അതൊരു ഉപതെരഞ്ഞെടുപ്പ് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ വാർത്ത EP പാർട്ടിയെ ഒന്ന് കൊട്ടാമെന്ന് EP കൊട്ടാൻ വിചാരിച്ചതാണോ? EP പാർട്ടി ഒന്ന് കൊട്ടാമെന്ന് വിചാരിച്ച് ചെയ്തത് പാർട്ടി നേരത്തെ അറിഞ്ഞ് തിരിച്ച് EP-ക്ക് ഇട്ട് തന്നെ പണി കൊടുത്തു. അതാണ് സത്യം. അതായത് EP ഈ രീതിയിൽ പുസ്തകത്തിലൂടെ കൊടുക്കാനിരുന്നപ്പോൾ അത് നേരത്തെ അവർക്ക് തന്നെ ഇത് കിട്ടി. അത് EP ഇതിൽ എഴുതാൻ പോവുകയാണ്, അത് പാർട്ടിക്ക് പണി വരും എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തൊരു സംഗതിയാണ്. അപ്പോൾ പാർട്ടിയുടെ പച്ചക്കള്ളം, പാർട്ടിക്കകത്ത് ഒരു നേതാവിനെ കോർണർ ചെയ്തുകൊണ്ടുള്ള നീക്കങ്ങളുടെ ഒരു പച്ചക്കള്ളമാണ് സംസ്ഥാന പോലീസ്, പിണറായി തന്നെ ഏൽപ്പിച്ച് അന്വേഷിച്ച പോലീസ് കണ്ടുപിടിച്ചത്. പിന്നെ ഇതിൽ ഒന്നുകൂടെ നമുക്ക് പറയാനുണ്ട്. ഈ കള്ളം പുറത്തു വന്നു എന്നുള്ളത് ഇവർക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഇനി എന്ത് ഉൾട്ടയാണ് ഇനി പറയാൻ പോകുന്നത് എന്ന് നമുക്ക് ആർക്കും ബുദ്ധിക്ക് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമുള്ള മറുപടി ആയിരിക്കും
ചിലപ്പോൾ CPM ഇതിൽ പറയാൻ പോകുന്നത്.